നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചി സേലം പൈപ്പ് ലൈനിൽ പാചകവാതക ചോർച്ച തുടരുന്നു. മാറ്റിപ്പാർപ്പിച്ച് 21 കുടുംബങ്ങൾക്ക് കമ്പനി നഷ്ടപരിഹാരം കൈമാറി. കൊടുങ്ങല്ലൂർ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി ശ്രീനാഥാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ കെയർടേക്കറെ പോലീസ് ചോദ്യം ചെയ്തു. ഡീലാരോപണം ഒഴിയാതെ കുന്നംകുളം മണ്ഡലവും. കുന്നംകുളം മണ്ഡലം BJP BDJSന് നൽകിയത് CPM ഡീലിന്റെ ഭാഗമാണെന്ന ആരോപണവുമായി UDF. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും VD സതീശനും മത്സരിച്ച നുണ പറഞ്ഞാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ. വാർത്തകൾ വിശദമായി. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചി സേലം പൈപ്പ് ലൈനിൽ ചോർച്ചയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച 21 കുടുംബങ്ങൾക്ക് കമ്പനി നഷ്ടപരിഹാരം കൈമാറി. പ്രദേശത്തെ 5 സ്ഥാപനങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തുകയും നൽകി. മാറി താമസിക്കേണ്ടി വന്നതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്ന 2 കടകൾ, ഫാം, നഴ്സറി, വർക്ക്ഷോപ്പ് എന്നിവയ്ക്ക് പ്രത്യേക യോഗം ചേർന്ന് നഷ്ടം കണക്കാക്കിയാണ് തുക നൽകിയത്. കഴിഞ്ഞ ദിവസം വീണ്ടും പാചകവാതക ചോർച്ചയുണ്ടായതിനെ തുടർന്ന് സമീപത്തെ 3 കുടുംബങ്ങളെ കമ്പനി ആമ്പല്ലൂരിലെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു. ഒരു കുടുംബം ബന്ധുവീട്ടിലേക്കാണ് മാറിയിരുന്നത്. ദേശീയപാതയിലും സമീപ പ്രദേശങ്ങളിലും ഇപ്പോഴും പാചകവാതകത്തിന്റെ രൂക്ഷഗന്ധം പരന്ന നിലയിലാണ്. പാചകവാതക പൈപ്പിലെ ചോർച്ച കണ്ടെത്തുന്നതിന് 9 മീറ്റർ താഴ്ചയിൽ മണ്ണ് മാറ്റുന്ന ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. കുഴിക്കുന്ന ഭാഗത്ത് പുഴയിൽ നിന്നുള്ള ഉറവുവെള്ളം നിറയുന്നത് പമ്പ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചോർച്ച കണ്ടെത്തി പൈപ്പിലെ ഗ്യാസ് പൂർണ്ണമായി നീക്കി ചോർച്ചയുള്ള ഭാഗത്ത് ക്ലാമ്പ് ചെയ്ത് അടയ്ക്കുന്നതിനാണ് തീരുമാനം. എന്നാൽ ഡ്രിൽ ചെയ്യുന്നതിനിടെ പൈപ്പിൽ ഒടിഞ്ഞിരുന്ന ബിറ്റിന്റെ കൂർത്ത ഭാഗം ഇപ്പോഴും നീക്കം ചെയ്യാനായിട്ടില്ല. കൊടുങ്ങല്ലൂർ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് കണ്ണമ്പ്ര ചെല്ലിപ്പറമ്പിൽ വീട്ടിൽ പ്രഭാകരന്റെ മകൻ 35 വയസ്സുള്ള ശ്രീനാഥാണ് മരിച്ചത്. കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഓട്ടിസം ബാധിച്ച ശ്രീനാഥ് ഏതാനും നാളുകളായി അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലാണ് താമസം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മൃതദേഹത്തിൽ അസ്വാഭാവിക പരിക്കുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ കെയർടേക്കറെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൊടുങ്ങല്ലൂരിലെ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസിയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കെയർടേക്കറെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി നവാസ് ചേരുന്നു. നവാസ്, അന്തേവാസിയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കെയർടേക്കറെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരം? രമ്യ, സംഭവത്തിന്റെ തുടക്കം മുതൽ മരണത്തിൽ ദുരൂഹതയില്ലെന്ന നിലപാടിലായിട്ട് കൊടുങ്ങല്ലൂർ പോലീസ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സർജറി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകത്തിന് ചുരുളഴിഞ്ഞത്. ഈ സ്ഥാപനത്തിലെ അന്തേവാസിയായ ശ്രീനാഥിനെ കെയർടേക്കറായ തിരുവനന്തപുരം സ്വദേശി മഹേഷ് ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്നും ശ്രീനാഥിന്റെ വാരില് പൊട്ടുകയും ശരീരത്തിൽ അപ്പാടെ മുറിവേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊരു സ്വാഭാവിക മരണമെന്ന നിലപാടിലായിരുന്നു ഈ സ്ഥാപനത്തെയും പോലീസ് തുടക്കത്തിൽ. എന്നാൽ ഫോറൻസിക് സർജറി സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായത്. മഹേഷ് എന്ന തിരുവനന്തപുരം സ്വദേശി കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൊടുങ്ങല്ലൂരിൽ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസിയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കെയർടേക്കറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. വിവരങ്ങൾ നൽകിയത് നവാസ്. ഡീലാരോപണം ഒഴിയാതെ കുന്നംകുളം മണ്ഡലവും. കുന്നംകുളം മണ്ഡലം BJP BDJSന് നൽകിയത് CPM ഡീലിന്റെ ഭാഗമാണെന്ന ആരോപണവുമായി UDF.
സിറ്റിംഗ് MLA AC മൊയ്തീൻ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുന്നംകുളത്ത് പോരാട്ടം മുറുകുകയാണ്. UDF-നായി PT അജയ് മോഹനും NDA-ക്കായി BDJS-ന്റെ KR രജിലും ആം ആദ്മി പാർട്ടിക്കായി KS രാജീവുമാണ് മത്സര രംഗത്തുള്ളത്. BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ BDJS-ന് സീറ്റ് നൽകിയത് CPM-BJP ഡീലിന്റെ ഭാഗമാണെന്ന് UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ ആരോപിച്ചു. ഡീലുണ്ടെന്നുള്ള വിവരം എനിക്കും കിട്ടി. ആരാ തമ്മിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ഡീല്. ഈ ബാറുകളൊക്കെ രാത്രി 12 മണി വരെ തുറക്കാനുള്ള അനുവാദം കൊടുത്താരാ? അപ്പോൾ അതൊക്കെ ഒരു ഡീലിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരാ അവിടെ മറ്റേ BDJS-ന്റെ സ്ഥാനാർത്ഥി ആരാ? എനിക്കറിയില്ലല്ലോ. അതൊക്കെ നിർത്തിയവരോടല്ലേ ചോദിക്കേണ്ട ഡീൽ എങ്ങനെയാണ് നടത്തിയെന്നുള്ളത്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഏത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന സമീപനമാണ് UDF കുന്നംകുളത്ത് സ്വീകരിച്ചതെന്നും തനിക്ക് അപരനെ നിർത്താൻ ശ്രമിച്ചത് പരാജയ ഭീതി മൂലമാണെന്നും ഇടത് സ്ഥാനാർത്ഥി AC മൊയ്തീൻ പറഞ്ഞു. ഇടതുപക്ഷ വിരോധം മൂത്തവർ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ എൻ്റെ പേരുള്ള ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തി, അപരനാക്കി നിർത്തി 4 വോട്ട് തെറ്റിക്കാൻ നോക്കുന്നത്. ആ കളി മോശപ്പെട്ടതാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണ്ടേ. ഈ പൊന്നാനി മോഡൽ ഇവിടെ നടപ്പിലാവില്ല. തങ്ങളെ ഒരു ഡീലിനും കിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി KR രജിൽ പറഞ്ഞു. NDA ഒറ്റക്കെട്ടായാണ് കുന്നംകുളത്ത് മുന്നോട്ട് പോകുന്നതെന്നും രജിൽ TCV-യോട് പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്, ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഡീൽ നടക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ലോ. കോൺഗ്രസിൻ്റെ ഇടയിലാണ് തല്ല്, CPM-ന്റെ ഇടയിലാണ് തല്ല്. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള വിഷയങ്ങളായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. TCV കുന്നംകുളം. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള വ്യക്തമായ പദ്ധതികളുമായാണ് UDF തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നതെന്ന് AICC പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP. UDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി TM നാസറിനെ വോട്ട് അഭ്യർത്ഥിച്ച് നടത്തിയ റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി നിരവധി വികസന പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ഒപ്പം നിന്ന് വളർന്നുവന്ന നേതാവായ TM നാസറിനെ വിജയിപ്പിക്കണമെന്നും ശശി തരൂർ അഭ്യർത്ഥിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വിവിധയിടങ്ങളിലൂടെ സഞ്ചരിച്ച മതിലകത്ത് സമാപിച്ചു. സ്ഥാനാർത്ഥി TM നാസർ, നേതാക്കളായ ജോസ് വള്ളൂർ, MK അബ്ദുൾ സലാം, CS രവീന്ദ്രൻ, ശോഭ സുബിൻ, മുജീബ് റഹ്മാൻ, SA സിദ്ദിഖ്, സുനിൽ മേനോൻ, PB മൊയ്തു തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണ്.
എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ഒരു അഴിമതി കേസ് പോലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ലെന്നും സച്ചിൻ പൈലറ്റ് കുറ്റപ്പെടുത്തി. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലൂടെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കലാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു. We have seen how Government of India has worked and how Government of Kerala has worked. And I keep saying this, please listen to what I'm saying carefully. If you look at the Chief Minister, nothing suits him better than having the same Prime Minister as we have today. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും വി.ഡി. സതീശനും മത്സരിച്ച് നുണ പറഞ്ഞാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. എൽ.ഡി.എഫ് ശ്രീനാരായണപുരം പഞ്ചായത്ത് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പട്ടിണി മാറ്റാൻ 1930-ൽ എ.കെ.ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പട്ടിണി ജാഥയ്ക്ക് സമാനമായ ദാരിദ്ര്യമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും വിജു കൃഷ്ണൻ പറഞ്ഞു. എൽ.ഡി.എഫ് വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മൂന്നാം എൽ.ഡി.എഫ് സർക്കാർ തുടർ ഭരണത്തിൽ അധികാരത്തിൽ വരുമെന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും വിജു കൃഷ്ണൻ പറഞ്ഞു. 2 മേഖലകളിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. എം.ആർ. ജോഷി അധ്യക്ഷത വഹിച്ചു. സി.എൻ. ജയദേവൻ, പി.കെ. ചന്ദ്രശേഖരൻ, സ്ഥാനാർത്ഥി കെ.കെ. വത്സരാജ്, മുസ്താഖ് അലി, ടി.കെ. സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക പ്രതിസന്ധി ഇല്ലാതാവും. നമ്മുടെ യുവാക്കൾക്ക് ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് തെരഞ്ഞെടുക്കൂ എന്നിങ്ങനെ നിരവധി മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നത്. അത് മാത്രമല്ല, എല്ലാ ഇന്ത്യൻ പൗരന്റെ അക്കൗണ്ടിലോട്ട്. ചാലിശ്ശേരിയിൽ ഹൈക്കോടതി വിധി ലംഘിച്ച ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിയിട്ടു. സെമിത്തേരിയിൽ പ്രവേശിക്കാൻ കഴിയാതെ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിൽ പ്രാർത്ഥനായജ്ഞം നടത്തി. പീഠാനുഭവ വാരത്തോടനുബന്ധിച്ച് 4 ദിവസം സെമിത്തേരിയിൽ പ്രവേശിക്കാൻ ബുധനാഴ്ച ഹൈക്കോടതി ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അനുമതി നൽകിയിരുന്നു. പെസഹ് വ്യാഴം തിരുകർമ്മങ്ങൾ കഴിഞ്ഞ് മാതൃദേവാലയത്തിൽ എത്തുന്നതിന് മുൻപ് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിയിട്ട് പോവുകയായിരുന്നുവെന്ന് യാക്കോബായ വിഭാഗം ആരോപിച്ചു. യാക്കോബായ വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ ധൂപപ്രാർത്ഥന നടത്തി. വികാരി ഫാദർ അബ്രഹാം യാക്കൂബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി സി.യു. ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പ്രാർത്ഥനായജ്ഞത്തിന് നേതൃത്വം നൽകി. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടറുകളുടെ കടുത്ത ക്ഷാമം മൂലം പകുതിയിലധികം ഹോട്ടലുകളും അടഞ്ഞുകിടക്കുന്നത് തുടരുന്നു. ഹോട്ടൽ മേഖലയ്ക്കുള്ള എൽ.പി.ജി. വിഹിതം 66% ഉയർത്തിയതായി പ്രഖ്യാപനമുണ്ടെങ്കിലും തങ്ങൾക്ക് സിലിണ്ടറുകൾ ലഭിക്കുന്നില്ലെന്നാണ് വിതരണക്കാർ അറിയിക്കുന്നതെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി. ജയപാൽ പറഞ്ഞു. ക്ഷാമം തുടരുന്നതിനിടെ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയത് ഇരുട്ടടിയായിരിക്കുകയാണ്. സിലിണ്ടറിന് 195 രൂപ 50 പൈസയാണ് കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ മാസം 115 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. പാചകവാതക വില കൂട്ടിയതോടെ ഭക്ഷണ സാധനങ്ങളുടെ വിലയും കൂടുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വടക്കാഞ്ചേരി 1-ാം കല്ല് ഉദയാനഗറിൽ മുള്ളൻ പന്നിയെ കൊന്ന് ഇറച്ചിയാക്കാൻ ശ്രമിച്ച 3 പേരെ ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു. കുമരനെല്ലൂർ കവളയിൽ ഗിരീഷ്, ഒ.പി. മോഹനൻ, ചിറ്റണ്ട മണി എന്നിവരെയാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുഴയോരത്ത് വെച്ച് സംഘം കുടുങ്ങിയത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 8 കിലോ തൂക്കം വരുന്ന മുള്ളൻ പന്നിയെയാണ് ഇവർ വേട്ടയാടിയത്. കൊടകര ദേശീയപാതയിൽ ബൈക്കിനു പുറകിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് യുവാവ് മരിച്ചു. മരത്താക്കര കുട്ടിയാട്ടിൽ വീട്ടിൽ ജിതിനാണ് മരിച്ചത്. പഴയ വൃന്ദാവൻ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഉടൻ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ചൊവ്വന്നൂരിൽ സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പാലപ്പെട്ടി സ്വദേശി ഫാസിൽ സമാൻ, പുന്നേർകുളം മാവിൻചുവട് സ്വദേശിനി ഹിബ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിനിടയാക്കിയ വാഹനം നിർത്താതെ പോയി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അരുവായി സ്വദേശി മരിച്ചു. പഴഞ്ഞി അരുവായി സ്വദേശി ഏറത്ത് വീട്ടിൽ രാധാകൃഷ്ണന്റെ മകൻ 53 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. 2025 ജൂൺ 22-ന് അരുവായി സെന്ററിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം.
ബൈക്ക് വൈദ്യുത പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അഷ്ടമിച്ചിറ സ്വദേശി കുളങ്ങരമുറ്റത്ത് മണിയുടെ മകൻ 26 വയസ്സുള്ള കൃഷ്ണഭഗത്താണ് മരിച്ചത്. കഴിഞ്ഞ മാർച്ച് 9-ന് കുണ്ടായിയിലായിരുന്നു അപകടം. കുന്നംകുളം പാറയമ്പാടത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി സയാൻ ജവാദ്, ചാവക്കാട് സ്വദേശി ജുനൈദ്, അക്കിക്കാവ് സ്വദേശി ലില്ലി, എസ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്നും അക്കിക്കാവിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇടറോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് കുറുമാലിയിൽ 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. പിക്കപ്പ് വാൻ, കണ്ടെയ്നർ ലോറി, ചരക്ക് ലോറി എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് വാൻ യു ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറി പിക്കപ്പിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ എതിർദിശയിൽ പോയിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചു. ചരക്ക് ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം മണ്ഡലം NDA സ്ഥാനാർത്ഥി KR റെജിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. കാഞ്ഞിരക്കോട് നിന്ന് ആരംഭിച്ച പര്യടനം BDJS സംസ്ഥാന സെക്രട്ടറി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് നടന്ന സമാപന സമ്മേളനം BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. NDA നിയോജക മണ്ഡലം കൺവീനർ KS രാജേഷ് അധ്യക്ഷത വഹിച്ചു. BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ എരുമപ്പെട്ടി, സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. കൊടുങ്ങല്ലൂരിൽ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസിയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കെയർടേക്കറെ അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസി പാലക്കാട് സ്വദേശി 35 വയസ്സുള്ള ശ്രീനാഥിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ശ്രീനാഥിന്റെ വാരിയെല്ല് ഒടിഞ്ഞിരുന്നതായും ശരീരത്തിൽ പലയിടത്തും പരിക്കേറ്റിരുന്നതായും കണ്ടെത്തി. കെയർടേക്കറെ ചോദ്യം ചെയ്തപ്പോഴാണ് മർദ്ദനത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത്. തുടർന്ന് കെയർടേക്കർ തിരുവനന്തപുരം വെട്ടുതുറ സ്വദേശി പുത്തൻവീട്ടിൽ മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ കൺവെൻഷൻ ചേർന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. PK ഷാജൻ, VS പ്രതീഷ്, TS മധുസൂദനൻ, ശശികല ശ്രീവത്സൻ, KM ജയദേവൻ എന്നിവർ സംസാരിച്ചു. ₹1638 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചാലക്കുടി മണ്ഡലത്തിൽ നടത്തിയെന്ന സനീഷ് കുമാർ ജോസഫ് MLAയുടെ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് മുൻ MLA BD ദേവസി. MLA അവതരിപ്പിച്ച വികസന രേഖയിലെ 95% പദ്ധതികളും 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് താൻ MLA ആയിരിക്കുമ്പോൾ നടത്തിയതാണ്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഇറക്കിയ പ്രകടന പത്രികയിലെ എത്ര പദ്ധതികൾ നടപ്പാക്കിയെന്ന് MLA വ്യക്തമാക്കണമെന്നും BD ദേവസി ആവശ്യപ്പെട്ടു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി, കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി പോളി ഡേവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. താന്നി മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി വടക്കൻ മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെമ്മാപ്പിള്ളി സെന്ററിൽ ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി താന്നി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആന്റോ തൊറയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഷംസുദ്ദീൻ കടുകപ്പീടികയിൽ അധ്യക്ഷത വഹിച്ചു. പ്രമോദ് കണിമംഗലത്ത്, ബഷീർ, സക്കീന റസാഖ്, ഷീജ ജോഷി, നിസാർ കുമ്മങ്കണ്ടത്ത്, നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളത്തിന്റെ വിജയത്തിനായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. ശബരിമല വിഷയത്തിലെയും സാധാരണക്കാർക്ക് സർക്കാരിനോടുള്ള എതിർപ്പും BJPയുടെ വോട്ടുകളാക്കാൻ പ്രവർത്തകർക്ക് കഴിയണമെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ പറഞ്ഞു. ഇരിങ്ങാലക്കുട ഗായത്രി ഹാളിൽ നടന്ന വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. BJP സൌത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു അധ്യക്ഷയായിരുന്നു.
നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ തളിക്കുളം പഞ്ചായത്ത് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഗുഡ് മോർണിംഗ് വലപ്പാട് KPCC സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, PI ഷൌക്കത്ത് അലി, ഹാറൂൺ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരത്തെ ആവേശത്തിലാക്കി LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വനിതാ റാലി സംഘടിപ്പിച്ചു. ചാവക്കാട് ആശുപത്രിപ്പടിയിൽ നിന്ന് ആരംഭിച്ച റാലി ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. 100 കണക്കിന് വനിതകൾ റാലിയിൽ പങ്കുചേർന്നു. നേതാക്കളായ ഷീജ പ്രശാന്ത്, ഷൈനി ഷാജി, ജാസ്മിൻ ഷഹീർ, സുനിത അരവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പരാജയഭീതി പൂണ്ട UDF സ്ഥാനാർത്ഥിയും UDF കേന്ദ്രങ്ങളും ഇടതുപക്ഷ സ്ഥാനാർത്ഥി KK വത്സരാജിനെതിരെ അപവാദ പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. സമൂഹമാധ്യമങ്ങളിലൂടെ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ഇകഴ്ത്തുന്ന നിലവാരം കുറഞ്ഞതും വസ്തുതാവിരുദ്ധവുമായ പ്രചരണവുമായാണ് UDF സ്ഥാനാർത്ഥിയുടെ ഒത്താശയോടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി മലയാളിയല്ലെന്നും വട്ടിപ്പലിശക്കാരനാണെന്നുമുള്ള പ്രചരണ വേലയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കയ്പമംഗലം പഞ്ചായത്തിലെ ചളിങ്ങാട് തോട്ടുപറമ്പത്ത് ഉമ്മർ എന്നയാളാണ് വാട്സപ്പ് സന്ദേശം വഴി ഇത്തരം പ്രചരണം നടത്തിയത്. ഈ സന്ദേശം UDF പ്രവർത്തകർ വ്യാപകമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരവും BNS പ്രകാരവും ജയിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം ചെയ്യുന്ന ഇയാൾക്കെതിരെയും സ്ഥാനാർത്ഥിക്കെതിരെയും ഉചിതമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDF നിയോജക മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷനും തൃശൂർ റൂറൽ SP-ക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. LDF നിയോജക മണ്ഡലം പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ, സെക്രട്ടറി TP രഘുനാഥ്, ട്രഷറർ അഡ്വക്കേറ്റ് AD സുദർശനൻ, KV രാജേഷ്, മുഹമ്മദ് ചാമക്കല, TK രമേശ് ബാബു, TK സുധീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. കുന്നംകുളം സീനിയർ ഗ്രൌണ്ടിലായിരുന്നു പ്രഭാത നടത്തം. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിന് ഹൈജംപ് ബണ്ടും അനുബന്ധ ഉപകരണങ്ങളും സമ്മാനിച്ചു. കേരള ഗ്രാമീണ ബാങ്കും സെന്റ് ജോൺ നെംപൂസിയാൻ ചർച്ച് മാനേജ്മെന്റും ചേർന്നാണ് കായിക പരിശീലനത്തിനാവശ്യമായ അനുബന്ധ ഉപകരണങ്ങൾ സമ്മാനിച്ചത്. ഹൈജംപ് ബണ്ടിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് നിർവഹിച്ചു. കേരള ഗ്രാമീണ ബാങ്ക് റീജിയണൽ മാനേജർ R വിജയ്, പള്ളി ട്രസ്റ്റി KR സേവ്യർ, CD ജോസൺ, AT അഗസ്തി, അത്ലറ്റിക് കോച്ച് CP ആന്റോ തുടങ്ങിയവർ പങ്കെടുത്തു. ധനകാര്യ സ്ഥാപനത്തിന്റെ ചില്ലുവാതിൽ പൊളിച്ച് മോഷണശ്രമം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. വലപ്പാട് വട്ടപ്പരത്തി കരേപ്പറമ്പിൽ വീട്ടിൽ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന ജിതിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജിതിൻ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസും 7 അടിപ്പിടി കേസും കാപ്പ നിയമപ്രകാരം നാടുകടത്തിയിട്ടുള്ളതുമടക്കം 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ എബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 106 വർഷം പഴക്കമുള്ള കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം നവീകരിച്ചു. ദീപപ്രതിഷ്ഠയുടെ പുനഃസ്ഥാപനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11-ന് ശിവഗിരി മഠത്തിലെ സ്വാമി ദിവ്യാനന്ദഗിരി ശ്രീകോവിലിൽ പുനഃസ്ഥാപിക്കും. തുടർന്ന് കലശാഭിഷേകം, മഹാനിവേദ്യം, കർപ്പൂരാരാധന, സമൂഹ പ്രാർത്ഥന, പ്രസാദ വിതരണം, പ്രസാദഊട്ട് എന്നിവ നടക്കും. ഏപ്രിൽ 9-ന് വിഷുപ്പൂരം കൊടികയറും. ഏപ്രിൽ 11-ന് വൈകിട്ട് 4-ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നടപ്പുര സമർപ്പണം നടത്തും. തുടർന്ന് പൊതുയോഗവും ഉണ്ടാകും. രാത്രി 7 മണിക്ക് സിത്താനി ഭജൻസ് ബാൻഡ് കണ്ണൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള നടക്കുമെന്ന് ജനറൽ സെക്രട്ടറി ശശീധരൻ കൊട്ടേക്കാട്ട്, ഗോപി കോരത്ത്, വേണുഗോപാലൻ ചേർത്തേടത്ത്, രതീഷ് കൂനത്ത്, വത്സരാജ് കുന്നത്തുള്ളി, സോണി പൊറ്റേക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി മരത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം ഈ മാസം 5 മുതൽ 12 വരെ ആഘോഷിക്കും. ശനിയാഴ്ച രാത്രി 7:30-ന് തന്ത്രി നെടുമ്പുള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. 10-ന് വലിയ വിളക്ക് ആഘോഷിക്കും. 12-ന് ഗോപൂജയും ആറാട്ട് എഴുന്നള്ളിപ്പും നടക്കും. ജനറൽ കൺവീനർ ജയ സുരേന്ദ്രൻ, NSS കരയോഗം സെക്രട്ടറി KB മുരളീധരൻ, ട്രസ്റ്റി I സച്ചിദാനന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
രാവിലെ 8-ന് ക്ഷേത്രം തന്ത്രിമാരായ അഴകത്ത് മനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയുടെയും അഴകത്ത് മനയ്ക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ, NR രാജേഷ്, വേണുഗോപാൽ തച്ചിഞ്ചേരി, രാജൻ മല്ലാട്ട് എന്നിവർ പങ്കെടുത്തു. പെരിങ്ങാവ് പാണ്ടിക്കാവിലെ കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി താണിക്കുടം പുഴയിലേക്ക് ഒഴുക്കിയ മണ്ണും ചെളിയും എടുത്തുമാറ്റാൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല. കാലവർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇതുമൂലം വെള്ളക്കെട്ട് നേരിടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ. പാണ്ടിക്കാവ് കുളത്തിൽ നിർമ്മാണ ജോലികൾ നടക്കുന്ന സമയത്ത് കരാറുകാരന്റെ സൌകര്യാർത്ഥമാണ് കുളത്തിലെ ചെളി കലക്കി മഡ് പമ്പ് ഉപയോഗിച്ച് അമൃതം പദ്ധതിയിൽ പൂർത്തീകരിച്ച കാനവഴി താണിക്കുടം പുഴയിലേക്ക് ഒഴുക്കിയത്. പാലപ്പിള്ളി കന്നാറ്റുപാടം വലിയുല്ലാഹ മഖാം ജാറത്തിലെ ആണ്ട് നേർച്ച വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് മഖാം പ്രസിഡന്റ് ജലാൽ മുക്കം പതാക ഉയർത്തും. തുടർന്ന് സലിം സഖാഫി മഖാം സിയാറത്തിന് നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന ഷാദുലി റാത്തിബിന് സയ്യിദ് മുഹമ്മദുൽ ബുഖാരി നേതൃത്വം നൽകും. ശനിയാഴ്ച നടക്കുന്ന ഗുത്തുബിയത്ത് മജ്ലിസിന് മഖാം ഉസ്താദ് അബ്ദുൾ നാസർ സഖാഫി നേതൃത്വം നൽകും. 5-ന് രാവിലെ 10-ന് അൽഹാജ് P മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ദിക്ർ മൌലിദ് മജ്ലിസ് നടക്കും. വൈകിട്ട് 7:30-ന് നടക്കുന്ന ദുവാ സമ്മേളനത്തിൽ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യപ്രഭാഷണം നടത്തും. പാണക്കാട് സയ്യിദ് റാജിഫ് അലി ശിഹാബ് തങ്ങൾ ദുവായ്ക്ക് നേതൃത്വം നൽകും. ഭാരവാഹികളായ ജലാൽ മൂക്കൻ, അസീസ് കരിമ്പിൻ, ഇബ്രാഹിം മാമ്പ്ര, സിദ്ദിഖ് ആലിങ്ങൽ, ഹസൈനാർ മുരിങ്ങാട്ടുകുഴിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ പെസഹ വ്യാഴം ആചരിച്ചു. അടിവാരം പള്ളിയിൽ നടന്ന കാലുകഴുകൽ ശുശ്രൂഷയ്ക്കും തിരുകർമ്മങ്ങൾക്കും തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡേസൺ കവലക്കാട്ട് മുഖ്യ കാർമ്മികനായി. സഹവികാരിമാരായ ഫാദർ ടോം പുള്ളോലിൻ, ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുരിശുമൂടി തീർത്ഥകേന്ദ്രത്തിൽ നടന്ന കാലുകഴുകൽ ശുശ്രൂഷയിൽ സഹവികാരി ഫാദർ ജിതിൻ പുന്നശ്ശേരി കാർമ്മികനായി. യഹൂദ ജനതയുടെ ഒരുപിടി ഓർമ്മകളുടെ ആചരണമായി പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പെസഹ വ്യാഴാചരണം ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് വചന സന്ദേശം നൽകി. ഫാദർ മാത്യു തുണ്ടത്തിൽ, ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് കാലുകഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. പാവർട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ പെസഹ വ്യാഴാചരണം ഭക്തിനിർഭരമായി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ സഹകാർമ്മികരായി. അതുകൊണ്ട് തന്നെ അവന്റെ ഓരോ ചലനങ്ങളും ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,655 രൂപ, പവന് 1,09,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചി സേലം പൈപ്പ് ലൈനിൽ പാചകവാതക ചോർച്ച തുടരുന്നു. മാറ്റിപ്പാർപ്പിച്ച് 21 കുടുംബങ്ങൾക്ക് കമ്പനി നഷ്ടപരിഹാരം കൈമാറി. കൊടുങ്ങല്ലൂർ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു. പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി ശ്രീനാഥാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിലെ കെയർടേക്കറെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഡീലാരോപണം ഒഴിയാതെ കുന്നംകുളം മണ്ഡലവും. കുന്നംകുളം മണ്ഡലം BJP BDJSന് നൽകിയത് CPM ഡീലിന്റെ ഭാഗമാണെന്ന ആരോപണവുമായി UDF. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും BD സതീശനും മത്സരിച്ച് നുണ പറഞ്ഞാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ ബിജു കൃഷ്ണൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.